ഡിയർ ഫ്രണ്ട്സ്, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. രോഗങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന രോഗങ്ങളെയും മനുഷ്യ ശരീരത്തിൽ അവ ബാധിക്കുന്ന അവയവങ്ങളെയും ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ഓപ്ഷൻ എ പോളിയോ. പോളിയോ എന്ന് വെച്ചാൽ മലയാളത്തിൽ പിള്ളവാതം എന്നറിയപ്പെടുന്ന രോഗമാണ് പോളിയോ. പോളിയോ ഒരു വൈറസ് രോഗമാണ്. പോളിയോ വൈറസ് പരത്തുന്ന രോഗമാണ്. പോളിയോ ബാധിക്കുന്നത് നമ്മുടെ നാഡീവ്യവസ്ഥയെ, നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്ന രോഗമാണ് പോളിയോ. പോളിയോ രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമ്മൾ വാക്സിൻ എടുക്കണം. പോളിയോ വാക്സിൻ കണ്ടെത്തിയത് ജൊനാസ് ഇ സാൽക്കാണ്. പോളിയോ വാക്സിൻ കണ്ടെത്തിയത് IPV എന്ന് പറയും, ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ. അത് വായിൽ കൊടുക്കുന്ന ഓറൽ പോളിയോ വാക്സിൻ, OPV, ഓറൽ പോളിയോ വാക്സിൻ, നമ്മളിപ്പോൾ വായിൽ കൊടുക്കുന്ന തുള്ളിമരുന്ന് രൂപത്തിലാക്കിയ ആൾ ആൽബർട്ട് സാബിനാണ്. ഇപ്പോൾ പോളിയോ വാക്സിൻ കണ്ടെത്തിയത് ജൊനാസ് ഇ സാൽക്കും, ഓറൽ പോളിയോ വാക്സിൻ അത് ആൽബർട്ട് സാമിനുമാണ്. രണ്ടാമത് ടൈഫോയിഡ്. മലയാളത്തിൽ സന്നിപാത ജ്വരം എന്നറിയപ്പെടുന്ന രോഗമാണ് ടൈഫോയിഡ്. ടൈഫോയിഡ് നമ്മുടെ കുടലിനെ ബാധിക്കുന്ന രോഗമാണ് ടൈഫോയിഡ്. മനുഷ്യന് ഏറ്റവും ആപൽക്കരമായിട്ടുള്ള ഒരു ഷഡ്പദമായ പാറ്റ പരത്തുന്ന രോഗം കൂടിയാണ് ടൈഫോയിഡ്. അതുപോലെ തന്നെ മലിനമായ ജലം, ആഹാരം എന്നിവയിലൂടെയൊക്കെ സാൽമോണല്ല ടൈഫി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ പരത്തുന്ന രോഗം കൂടിയാണ് ടൈഫോയിഡ്. അടുത്ത ഓപ്ഷൻ സി മുണ്ടിനീര്, ഇംഗ്ലീഷിൽ മംസ് എന്ന് പറയും. അത് നമ്മുടെ ഉമിനീർ ഗ്രന്ഥിയെ ബാധിക്കുന്ന രോഗമാണ് മുണ്ടിനീര്. ഇതിൽ ഉമിനീർ ഗ്രന്ഥി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇല്ല, പകരം പരോട്ടിഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പ്രധാനമായിട്ടും 3 ജോഡി ഉമിനീർ ഗ്രന്ഥിയാണുള്ളത്: സബ് മാൻഡിബുലാർ ഗ്ലാൻഡ്, സബ് ലിംഗ്വൽ ഗ്ലാൻഡ്, പരോട്ടിഡ് ഗ്ലാൻഡ്. ഇതിലേറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥിയാണ് പരോട്ടിഡ് ഗ്ലാൻഡ്. പരോട്ടിഡ് ഗ്ലാൻഡിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് മുണ്ടിനീര്, മംസ് എന്ന് പറയുന്നത്. ഇതിനുള്ളൊരു വാക്സിനാണ് MMR വാക്സിൻ. മംസ്, മീസൽസ്, 5-ാം പനി, റൂബല്ല. മംസ്, മീസൽസ്, 5-ാം പനി, റൂബല്ല. ഈ 3 രോഗങ്ങൾക്കെതിരെയുള്ളൊരു വാക്സിനാണ് MMR വാക്സിൻ. അടുത്തത് ഓപ്ഷൻ ഡി ഗോയിറ്റർ. ഗോയിറ്റർ എന്ന് വെച്ചാൽ തൊണ്ടമുഴ എന്നറിയപ്പെടുന്ന രോഗമാണ്. അയഡിൻ്റെ അഭാവത്തിൽ നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി വീർത്ത് വരുന്നൊരവസ്ഥയാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി, എൻഡോക്രൈൻ ഗ്ലാൻഡ്. ഏറ്റവും വലിയ ഗ്രന്ഥി ഏതെന്ന് ചോദിച്ചാൽ അത് കരളാണ്. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥിയാണ്. അപ്പോൾ ഇതിൽ ഓപ്ഷനിൽ ശരിയായിട്ടുള്ളത് C ആണ്. ഓപ്ഷൻ C ആണ് ഇതിൽ ശരി. ഓക്കെ, താങ്ക് യു.